ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കണ്ടായിരുന്നു നമ്മുടെ ശരണ്യൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു റീൽസ് ചെയ്യാനായിട്ട് വന്നതാണ്. ഞങ്ങളെപ്പോഴും സ്ഥിരം ചെയ്യുന്ന നമ്മുടെ തറവാട്. അപ്പം ഇവിടുത്തെ വ്ളോഗ് ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് പോകാം. നമ്മുടെ കണ്ണപ്പനും അച്ചുകുട്ടിയാണ് നമ്മളെ സഹായിക്കാനായിട്ട് റീൽസ് ചെയ്യാനായിട്ടൊക്കെ. പാട്ടിൻ്റെയൊക്കെ റീൽസിന് എല്ലാത്തിനും അച്ചുക്കുട്ടിയും കണ്ണനുമാണ് സഹായിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷത്തിലേക്ക് പോകും. കൂട്ടുകാരെ, നല്ല അടിപൊളി ഒരു തറവാടാണ് കേട്ടോ. അതുപോലെ ആ തറവാടിനോട് ചേർന്ന് തന്നെ ക്ഷേത്രവും ഉണ്ട്. അതുപോലെ നല്ലൊരു കുളമുണ്ട്. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ അതൊക്കെ കണ്ണപ്പനും അച്ചുക്കുട്ടിയും കൂടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരണ്യ ലഹങ്കയൊക്കെ കൊടുത്ത്. തറവാടിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇന്ന് ഇവിടെ ആരും ഇല്ല. ഇവിടെ ഞാൻ ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ അവരെവിടെയോ തിരക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ ചെയ്യാൻ നമുക്കിവിടെ അനുവാദമുണ്ട്. ചിക്കുട്ടിയും കണ്ണനും. ശരണ്യ, നമുക്ക് റീൽസ് ചെയ്യണ്ടേ? ചെയ്യാം. മുഹമ്മയിലാണ് കേട്ടോ ഈ തറവാട്. ചെറിയ തറവാടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. കണ്ണനാണെങ്കിൽ മാങ്ങയൊക്കെ തിന്നാൻ തുടങ്ങി. ഈ തറവാടിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഏക്കർ കണക്കിന് പാടങ്ങളാണ്. എന്ത് ഭംഗിയാണെന്നറിയാവോ. പിന്നെ തെക്ക് വശത്ത് ക്ഷേത്രം, കുടുംബക്ഷേത്രം. എന്ത് രസമുള്ള തറവാടാണ്. ഇവിടുത്തെ തറവാടിന് പറ്റിയായിട്ട് കപ്പര കൃഷി കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഏത്തവാഴ കൃഷിയുണ്ട്, മത്സ്യ കൃഷിയുണ്ട്. അപ്പോൾ നമുക്കിനി ബീച്ചിലേക്ക് പോയേക്കാം അല്ലേ? ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് ബീച്ചിൽ അതെ ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ബീച്ചിലേക്ക് പോയേക്കാം. ബീച്ചിൽ വന്നു. ബീച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചെത്തി കടപ്പുറത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കണ്ടോ. അതെ, ഇപ്പോൾ ശാന്തമായിട്ട് കിടക്കുകയാണ് കടല്. അപ്പോൾ നമ്മുടെ ആദിത്യനൊക്കെ നടന്നു പോകണമുണ്ടോ? അത്ര ദൂരാണ് നടന്നു പോകുന്നത്. ആദിത്യൻ കടലിലോട്ട് ഇറങ്ങാൻ പോകുന്നു. ഇവിടെ വന്നാൽ അവനൊന്ന് കാലൊക്കെ ഒന്ന് നനക്കണം. അതാ പിന്നെ നമ്മുടെ അച്ചുക്കുട്ടി ഫോട്ടോ എടുക്കണ്. ശരണ്യ കടപ്പുറത്ത് നിൽക്ക. നേരാണ്, നല്ല ഭംഗിയാണ്. രണ്ടടുത്ത് ഒരേ ഫീലാണല്ലേ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അവര് രണ്ടുപേരും കൂടി ഫോട്ടോയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിലായതുകൊണ്ടാണ് ആള് കുറവ്. അല്ലെങ്കിൽ ചൂടൊക്കെ താമസിച്ച് വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഒത്തിരി കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ടാകുന്നതാണ്. ശരണ്യ, ഇങ്ങോട്ട് പോരി, ഒട്ടൊന്നും പോകണ്ട. തിരയിൽ അടിച്ചു കയറുന്ന ചെറിയ മത്സ്യങ്ങളെയൊക്കെ കഴിക്കാനായിട്ട് കൊക്ക് ഇങ്ങനെ സൈഡേ നടക്കുന്നത് കാണാനൊക്കെ എന്തൊരു ഭംഗിയാണ്. ആ കൊക്കിൻ്റെയൊക്കെ പുറത്ത് കൂടിയൊക്കെ വെള്ളം തെറിച്ചിട്ടും ആ കൊക്കിനൊരു ഭയവും ഇല്ലാതെ. കൂട്ടുകാരെ, അങ്ങനെ മീൻപിടുത്തത്തിൻ്റെ ബോട്ട് പോകുന്നതൊക്കെ സാധാരണ ഇപ്പോൾ ഒന്നും ഇങ്ങനെയുള്ള ഒരു കാഴ്ചയൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതെ കൂട്ടുകാരെ, അങ്ങനെ അവിടെ ചെന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ സൂര്യാസ്തമയമായി. അതൊക്കെ നേരിട്ട് അവിടെ നിന്ന് കാണാൻ എന്താ ഭംഗി. ഇനി തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ശരണ്യ വന്നേച്ച ഉടനെ ഡ്രസ്സൊക്കെ മാറി അല്ലേ, കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഞാൻ പിന്നെ വന്നവർ തന്നെ നിന്നിച്ച് നേരം ഫോണൊക്കെ നോക്കിയ കാരണം ശരണ്യ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാമല്ല എന്നൊക്കെ ഓർത്ത് അങ്ങനെ നിന്ന് പോയി അല്ലേ. പിന്നെ അത് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ
ഇത്രേ ഉള്ളൂ. പാചകമൊന്നുമില്ല. നാളെ പാചകമായിരിക്കും അല്ലേ? നാളെ ഉറപ്പായിട്ട് പാചകമുണ്ട്. കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും തിരക്കും അച്ഛനും അമ്മേനെയും കാണിച്ചില്ലല്ലോ. അച്ഛനും അമ്മയും ഉണ്ട്. അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.